നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവയിൽ ഗണേശ് ചതുർത്ഥി ആഘോഷങ്ങൾ ആരംഭിച്ചു. വാസ്കോ വേളാങ്കണ്ണി എക്സ്പ്രസ് മഡ്ഗാവിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഗോവ മുംബൈ ദേശീയപാതയിൽ ഹെവി വാഹനങ്ങൾക്ക് നിരോധനം. ഗണേശ് ചതുർത്ഥി സീസണിൽ മുംബൈ ഗോവ ദേശീയപാത 66-ൽ ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഓഗസ്റ്റ് 28 വരെ പൂർണ്ണ നിരോധനവും ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 2 വരെ രാവിലെ 8 മുതൽ രാത്രി 11 വരെ നിരോധനവും സെപ്റ്റംബർ 6-7 തീയതികളിൽ വീണ്ടും പൂർണ്ണ നിരോധനവും ഏർപ്പെടുത്തി. അവശ്യ വസ്തുക്കൾ വഹിക്കുന്ന വാഹനങ്ങൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല. 2027 ജനസംഖ്യാ കണക്കെടുപ്പിന്റെ പ്രീ ടെസ്റ്റ് ഒക്ടോബറിൽ ഗോവയിൽ. 2027 ജനസംഖ്യാ കണക്കെടുപ്പിന്റെ പ്രീ ടെസ്റ്റ് ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ ഗോവയിൽ നടക്കും. പെർനേൻ താലൂക്കിലെ കൊർഗാവോ ഗ്രാമവും സാൽസെറ്റിലെ മർഗാവോ മുനിസിപ്പൽ ഏരിയയുമാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. അധ്യാപകരും സർക്കാർ ജീവനക്കാരും എന്യൂമറേറ്റർമാരായി ഈ പ്രക്രിയയിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ ആദ്യ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി മൊബൈൽ ആപ്പ്, സെൽഫ് എന്യൂമറേഷൻ, ഡിജിറ്റൽ മാപ്പിംഗ് ടൂളുകൾ, റിയൽ ടൈം മോണിറ്ററിംഗിനുള്ള വെബ് പോർട്ടൽ എന്നിവ പരീക്ഷിക്കും. ജനസംഖ്യാ കണക്കെടുപ്പ് 2026 ഏപ്രിൽ മുതൽ 2027 ഫെബ്രുവരി വരെ 2 ഘട്ടങ്ങളിലായി നടക്കും. ജാതി കണക്കെടുപ്പും ഉൾപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ ഉത്തരവ് ലംഘിച്ച് മപ്സ കൗൺസിൽ മാറ്റൊളി കച്ചവടക്കാരിൽ നിന്ന് ഫീസ് ഈടാക്കുന്നു. ഗണേശ് ചതുർത്ഥി സീസണിൽ മാറ്റൊളി കച്ചവടക്കാരിൽ നിന്ന് യാതൊരു ഫീസും പിരിക്കരുതെന്ന മുഖ്യമന്ത്രിയുടെ ഉത്തരവ് മപ്സ മുനിസിപ്പൽ കൗൺസിൽ വ്യക്തമായി ലംഘിച്ചുവെന്ന് വെണ്ടർമാർക്ക് ഉയർന്ന ഫീസ് നൽകേണ്ടി വന്നതിനാൽ കൗൺസിലിനുള്ളിൽ അഴിമതിയും കോൺട്രാക്ടർ രാഷ്ട്രീയ ബന്ധങ്ങളും സംശയിക്കപ്പെടുന്നു. GSPCB ചെയർമാൻ ഇതുവരെ ചുമതലയേറ്റിട്ടില്ല. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ലെവിൻസൺ മാർട്ടിൻസിനെ ഗോവ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചെയർമാനായി നിയമിച്ചതായി പ്രഖ്യാപിച്ചിട്ട് 1 മാസത്തിലേറെയായിട്ടും ഇതുവരെ ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. നിലവിൽ ബോർഡിന്റെ താൽക്കാലിക ചുമതല പരിസ്ഥിതി സെക്രട്ടറിയാണ് വഹിക്കുന്നത്. മന്ത്രി അലക്സോ സെക്യൂരിയുടെ രാജിയെ തുടർന്ന് പരിസ്ഥിതി മന്ത്രാലയം ഒഴിഞ്ഞുകിടക്കുകയാണ്. ഒക്ടോബർ 30 മുതൽ നവംബർ 27 വരെ ഗോവയിൽ FIDE വേൾഡ് കപ്പ്. 2025 ഒക്ടോബർ 30 മുതൽ നവംബർ 27 വരെ ഗോവയിൽ FIDE വേൾഡ് കപ്പ് നടക്കും. 23 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന ഈ ടൂർണമെന്റിൽ 90-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചെസ് കളിക്കാർ പങ്കെടുക്കും. $2 മില്യൺ സമ്മാനവും 2026 കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലേക്കുള്ള 3 സ്ഥാനങ്ങളും ഇതിൽ ലഭ്യമാണ്. മാഗ്നസ് കാൾസൻ, ഗുഗേഷ് കാരുവാന, പ്രജ്ഞാനന്ദ് എന്നിവർ ഉൾപ്പെടെ 21 ഇന്ത്യക്കാർ കളിയിൽ പങ്കെടുക്കും. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.